ഇഡി ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കൈക്കൂലി കേസിൽ പണം അയക്കാൻ പ്രതികൾ നിർദ്ദേശിച്ച മുംബൈയിലെ കമ്പനിയെ കേന്ദ്രീകരിച്ച് വിജിലൻസ് അന്വേഷണം. കേസ് ഒതുക്കാമെന്ന് പറഞ്ഞ പ്രതികൾ 30 കോടിയിലധികം രൂപ പലരിൽ നിന്നായി തട്ടിയെന്നും കണ്ടെത്തലുണ്ട്. അതിനിടെ പരാതിക്കാരനെ തള്ളിയുള്ള ഇഡിയുടെ പ്രതിരോധത്തിന് ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടായിരുന്നു നടപടി എന്ന് വിജിലൻസ് മറുപടി നൽകി. ബോറ കമ്മോഡിറ്റീസ് ആൻഡ് ടൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ മുംബൈ താനെയിലുള്ള അക്കൗണ്ടിലേക്കാണ് കൈക്കൂലിപ്പണം നിക്ഷേപിക്കാൻ പ്രതികൾ പരാതിക്കാരനോട് പറഞ്ഞിരുന്നത്. പ്രാഥമികമായി 50,000 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചെന്ന് പരാതിക്കാരൻ അനീഷ് ബാബുവും മൊഴി നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം. ഇടപാടിൽ കമ്പനിയുടെ പങ്കെന്താണ്, അതിന്റെ ചുമതലക്കാർക്ക് തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടോ, കടലാസ് കമ്പനിയാണോ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു. ഹവാല ഇടപാടുണ്ടെന്ന് കണ്ടെത്തിയ കേസിലെ പ്രതി മുകേഷ് കുമാറാണ് അക്കൗണ്ടുകളും മറ്റും തയ്യാറാക്കി നൽകിയത്. സൈബർ തട്ടിപ്പ് സംഘത്തെ പോലെ വിവിധ അക്കൗണ്ടുകളിലൂടെയാണ് പ്രതികൾ പണം തട്ടിയിരുന്നത്. കൈക്കൂലിപ്പണം ഉപയോഗിച്ച് പ്രതികൾ ഭൂമിയും മറ്റും വാങ്ങിക്കൂട്ടിയതായും വിജിലൻസിന് വിവരം കിട്ടി. മുകേഷ് കുമാർ പുത്തൻവേലിക്കരയിൽ ഭൂമി വാങ്ങിയതായി ബോധ്യമായി. കേസ് ഒതുക്കുന്നതിന്റെ പേരിൽ പ്രതികൾ കോടിക്കണക്കിന് രൂപ പലരിൽ നിന്നായി തട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. വിജിലൻസ് കേസിലെ പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു നേരത്തെ ഇഡി വിശദീകരിച്ചത്. ഇതേക്കുറിച്ചും കേസിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചും വിജിലൻസ് റേഞ്ച് എസ് പി എസ് ശശിധരൻ പ്രതികരിച്ചു. നമ്മളുടെ മുൻപിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഒരു പരാതി, അതിലെ ഒരു പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തി ആ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ്ട് നമ്മൾ മുൻപോട്ട് പോയി. ബാക്കി ഭാഗങ്ങളൊക്കെ പിന്നീട് പരിശോധിക്കാവുന്നതാണ്. പരാതിക്കാരൻ്റെ മൊഴി പ്രകാരമാണ് ഒന്നാം പ്രതിയെ FIR-ൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്തത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുക. കേസിൽ മറ്റു പ്രതികൾ അറസ്റ്റിലായിട്ടും ഒന്നാം പ്രതിയായ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ പിടിയിലായിട്ടില്ല. അറസ്റ്റിലായ രഞ്ജിത്ത് വാര്യർ, വിൽസൺ വർഗീസ്, മുകേഷ് കുമാർ എന്നിവരും കേസിലെ മുഖ്യപ്രതിയായ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറും തമ്മിലുള്ള ഇടപാടിൽ മതിയായ തെളിവുകൾ ശേഖരിക്കുകയെന്നതാണ് വിജിലൻസിന് മുന്നിലുള്ള പ്രധാന ദൗത്യം. പ്രതികളുടെ കസ്റ്റഡി നാളെ അവസാനിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ വിജിലൻസ് സംഘം കോടതിയെ ബോധിപ്പിക്കും. ശക്തമായ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും കേസിലെ ഒന്നാം പ്രതിയായ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിലേക്ക് വിജിലൻസ് എത്തുക. നിലവിൽ അറസ്റ്റിലായ പ്രതികളുടെ ഫോണുകളുടെയും മറ്റ് ഡിജിറ്റൽ തെളിവുകളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലം ഇതിൽ നിർണായകമാകും. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.